വാരാണസിയിൽ സമാപിച്ച ദേശീയ കായികമേളയിൽ മിന്നുന്ന പ്രകടനമായിരുന്നു മലയാളി ബാലിക ഐശ്വര്യയുടേത്. ലോങ് ജമ്പിൽ ഇവർക്ക് സ്വർണം നേടാൻ സാധിച്ചു. പാഠ്യേതര മേഖലകളിൽ ഗൾഫിലെ കുട്ടികൾ ഏറെ പിറകിലാണെന്ന മുൻവിധി കൂടി തകർത്തെറിയുകയാണ് മലയാളി ബാലിക. ഇത് ഐശ്വര്യ ലക്ഷ്മി. വാരണാസിയിൽ നടന്ന CBSE ദേശീയ അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയിൽ നിന്നുള്ള കായിക താരങ്ങളെ പിന്തള്ളി സ്വർണ്ണ പതക്കമണിഞ്ഞ പ്രവാസ ലോകത്തെ കൊച്ചുമിടുക്കി. ഒമാനിലെ സീബ് ഇന്ത്യൻ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഐശ്വര്യ 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ലോങ് ജമ്പിലാണ് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത്. ട്രാക്കിലും ഫീൽഡിലും കിതച്ചോടുന്ന ഇന്ത്യൻ അത്ലറ്റിക്സിന് ഗൾഫിൽ നിന്നുള്ള പുതിയ പ്രതീക്ഷകളിലൊന്നാണ് ഐശ്വര്യ. ഓട്ടക്കാരിയാകാൻ ആഗ്രഹിച്ച ഈ കായിക താരത്തിലെ മികച്ച ചാട്ടക്കാരിയെ കണ്ടെത്തിയ സീബ് ഇന്ത്യൻ സ്കൂളിലെ കായിക അധ്യാപിക രമ്യ ടീച്ചർ തന്നെ പറയട്ടെ ഐശ്വര്യയുടെ കരുത്ത് എന്താണെന്ന്. She is very good athlete and she put more patience to achieve this medal. She took more effort. Day and night she practiced and she did well and she achieved now. So, what's the future you see in her? Yeah, she's having very good future. If she put more effort to practice, if she more take initiative to practice, definitely she will be a good athlete in the Indian athletic team. We can have a good athlete, good jumper. ഐശ്വര്യയുടെ ആദ്യ ദേശീയ മത്സരമായിരുന്നു വാരണാസിയിലേത്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഉൾപ്പെടെ 33 താരങ്ങളെ പിന്തള്ളി 4.53 മീറ്റർ ചാടിയാണ് ഈ താരം സ്വർണം കൈപ്പിടിയിലൊതുക്കിയത്. കടുത്ത മത്സരം തന്നെയാണ് അവിടെ നേരിടേണ്ടി വന്നത്. ഇതെന്റെ ഫസ്റ്റ് നാഷണൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ കോമ്പറ്റ് ചെയ്യാൻ 33 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. പിന്നെ പാടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലും വന്ന കുട്ടിയൊക്കെ സെക്കൻഡും തേർഡും കിട്ടിയത്. പിന്നെ ഇത് ഞാൻ എൻ്റെ കോച്ചസിനും അമ്മയ്ക്കും അച്ഛനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മസ്കത്തിലെ ഗാലയിൽ നിർമ്മാണ കമ്പനി നടത്തുന്ന പഴയ സംസ്ഥാന ഫുട്ബോൾ ടീം അംഗം കൂടിയായ ഹരിപ്പാട് സ്വദേശി അരവിന്ദ് സനൽകുമാറിന്റെയും ഭാര്യ ശാലിനിയുടെയും മകളാണ് ഐശ്വര്യ. സീബ് ഇന്ത്യൻ സ്കൂളിലെ തന്നെ +1 വിദ്യാർത്ഥിനിയായ ചേച്ചി ശ്രീലക്ഷ്മിയും വാരണാസിയിൽ ട്രിപ്പിൾ ജമ്പിൽ മത്സരിച്ചിരുന്നു. CBSE ഒമാൻ ക്ലസ്റ്റർ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രീലക്ഷ്മിക്ക് പക്ഷേ ദേശീയ തലത്തിൽ ശോഭിക്കാനായില്ല. ഐശ്വര്യയേക്കാൾ മെഡൽ പ്രതീക്ഷ തനിക്ക് ശ്രീലക്ഷ്മിയിലായിരുന്നു എന്ന് അച്ഛൻ സനൽകുമാർ പറയുന്നു. മൂത്ത കുട്ടിക്കാണ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നത് ശരിക്ക് ട്രിപ്പിൾ ജമ്പായിരുന്നത്. പക്ഷേ മൂത്ത കുട്ടിയേക്കാളും മറ്റുള്ളതാണ് ശരിക്ക് അത് ഈ സ്കൂളിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അത് നമ്മൾ എന്നെ കൊണ്ട് എന്താ പറ്റുന്നത് ആ പ്രോത്സാഹനം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ എന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തു കൊടുക്കും. ഇക്കുറി ഒമാനിൽ നിന്നുള്ള പ്രവാസി വിദ്യാർത്ഥികളുടെ പ്രകടനം ഐശ്വര്യയിൽ ഒതുങ്ങുന്നില്ല. അണ്ടർ-16 ആൺകുട്ടികളുടെ 400 മീറ്റർ റിലേയിൽ മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ കുട്ടികൾ സ്വർണം വാരിക്കൂട്ടി. അണ്ടർ-16 പെൺകുട്ടികളുടെ 400 മീറ്റർ റിലേയിൽ വെള്ളിയും കരസ്ഥമാക്കി. ആൽഫ്രഡ് മെനേജസ് നേതൃത്വം നൽകിയ ടീം കരുത്തരായ പഞ്ചാബിനെയും മഹാരാഷ്ട്രയെയും പിന്നിലാക്കിയാണ് ഒന്നാമതെത്തിയത്. ജെറിൽ ജേക്കബ്, മലയാളികളായ മുഹമ്മദ് ഹിഷാം, ഹാനോക് രാജൻ എന്നിവരും ടീമിന്റെ കരുത്തരായി. വെള്ളി നേടിയ മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ ടീമിൽ സിതോഷ്ന ഷെട്ടി, സെനാന്തോ പിന്റോ എന്നിവർക്കൊപ്പം മലയാളികളായ റിതു ചെറിയാൻ, രേവതി സുരേഷ് കുമാർ എന്നിവരും ഉൾപ്പെടുന്നു. The competition in Varanasi was very tough for us because there are, as you know, 11,000 schools in India and abroad, and to come first in that level of competition is very tough, and we did it thanks to God and thanks to our parents. ദേശീയ മത്സരങ്ങളിൽ പൊതുവെ ഗൾഫിൽ നിന്നുള്ള താരങ്ങൾ സ്വർണം നേടുന്നത് അപൂർവമാണ്. നേട്ടം കൊയ്തവരാകട്ടെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പിന്തുണയും പ്രോത്സാഹനവും ലഭിക്കാതെ കളം വിട്ടുപോയിരിക്കുന്നു. അത്തരം അനുഭവം പ്രവാസ ലോകത്ത് നിന്ന് ഉയർന്നു വരുന്ന താരങ്ങൾക്ക് ഇനിയുള്ള കാലത്തെങ്കിലും ഇല്ലാതിരിക്കാനുള്ള ജാഗ്രത നാം പാലിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ യുവതാരങ്ങളെ അപേക്ഷിച്ച് കരുത്തുറ്റ മത്സരങ്ങൾക്കുള്ള അവസരങ്ങളുടെ കുറവാണ് ഗൾഫിലെ കുട്ടികൾ നേരിടുന്ന വലിയ പ്രശ്നമെന്ന് കായിക അധ്യാപകർ തന്നെ വിലയിരുത്തുന്നു. The main problems we face here is less number of competitions what we have in the school platform, but as in our school we have a lot of facilities, and we call the students at the young age and they are regular with me during the practice time.
പരിശീലനം നേടാൻ ഗൾഫിലെ പല ഇന്ത്യൻ സ്കൂളുകൾക്കും നിലവാരമുള്ള മൈതാനമോ സിന്തറ്റിക് ട്രാക്കോ ഇല്ലെന്ന കുറവും ഇന്ത്യൻ സ്കൂളുകളുടെ നിയന്ത്രണം കൈയാളുന്ന അധികാരികൾ അറിയാതെ പോകരുത്. പരിമിതികൾക്കിടയിൽ നിന്നും നേടിയെടുത്ത ഈ സുവർണ പതക്കങ്ങളെ നമുക്കിനിയും ഊതി കാച്ചേണ്ടതുണ്ട്. നാളെ ഏഷ്യാഡിലും ഒളിമ്പിക്സിലും ഉയരുന്ന ആരവങ്ങൾക്ക് നടുവിൽ മെഡലുകളിൽ മുത്തം ചാർത്താൻ പ്രവാസി താരങ്ങൾക്ക് മുന്നിലെ കല്ലും മുള്ളും നമ്മൾ നീക്കിയേ മതിയാകൂ.